Good morning, all. Good morning, ma'am. Good morning, miss. Okay, class start ചെയ്യാം. Then നമുക്ക് ടേബിൾ ആണ് എടുക്കാനായിട്ടുള്ളത് അല്ലെ. ടേബിൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്തിട്ടില്ല. ഓക്കെ, സോ ഇപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റുകളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ പ്രതീക്ഷിക്കാം. Then ഹോസ്പിറ്റൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിൽ നമ്മൾ കാറ്റഗറി തിരിച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. ഇപ്പൊ ടേബിളില് കാറ്റഗറി നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാറ്റഗറി നമ്പറിൽ വരുന്ന ടൈപ്പ് ഓഫ് വേസ്റ്റ് ഏതാണ്, ദെൻ അതിന്റെ കളർ ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, ഏത് കളർ കോഡുള്ള കണ്ടെയ്നറിലാണ് അത്തരത്തിലുള്ള വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടത്, ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, എങ്ങനെ നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നോക്കുക. അപ്പൊ നമ്മൾ 10 കാറ്റഗറിയാണ് പഠിക്കാനായിട്ടുള്ളത്. മെയിനായിട്ട് 10 കാറ്റഗറിയാണ് നോക്കുക. കാറ്റഗറി 1, ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, ടൈപ്പ് ഓഫ് വേസ്റ്റ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ഇനി ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേസ്റ്റുകളാണ് അതിൽ ഉൾപ്പെടുന്നതെന്നാണ് താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലും താഴെ ബ്രാക്കറ്റിൽ ഏതൊക്കെയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് അഡാപ്റ്റൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. മെയിൻ ആയിട്ടുള്ളത് ഓക്കെ, ടൈപ്പ് ഏതാണെന്നുള്ളത് അഡാപ്റ്റൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് പഠിക്കാം. ഓക്കെ, ഇത് അതിന്റെ ഉള്ളിലുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് വൺ, കാറ്റഗറി നമ്പർ 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ഓക്കെ, ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എന്തൊക്കെയാണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ബോഡി പാർട്സ്. ഹ്യൂമൻ ടിഷ്യൂസ്, അതുപോലെ തന്നെ ഓർഗൻസ്, ബോഡി പാർട്സ്, ഇതൊക്കെയാണ് കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ നിക്ഷേപിക്കേണ്ട കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് അനാട്ടോമിക്കൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ വേസ്റ്റിനെ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. ഇൻസിനറേഷൻ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടാണ് ടേബിളിലോട്ട് വന്നത്. ഇൻസിനറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡീപ് ബ്യൂരിയൽ മീൻസ് കത്തിച്ച് കളയുകയാണുള്ള ഒരു മീനിങ്ങാണ് ഡീപ് ബ്യൂരിയൽ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 2, കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 2 അനിമൽ വേസ്റ്റ്. അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, കാർക്കീസസ്. കാർക്കീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമൽസിന്റെ മൃതശരീരങ്ങൾ ഉണ്ടല്ലോ, ജീർണിച്ചിട്ടുള്ള മൃതശരീരങ്ങൾ. ബ്ലീഡിംഗ് പാർട്സ്, ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച്. റിസർച്ചിലൊക്കെ നമ്മൾ ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അനിമൽസിന്റെ ശരീരം അല്ലെ, അനിമൽസിന്റെ ബോഡി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ലാബുകളിലും റിസർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, അതിന്റെ വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ് മീൻസ് അനിമൽസിന്റെ വെറ്റിനറി ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ്, അതായത് ഇപ്പോൾ വെറ്റിനറിയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള മറ്റ് വേസ്റ്റസുകളും മറ്റും, അതായത് അനിമൽസിന്റെ വേസ്റ്റുകൾ. ഓക്കെ, ഇതൊക്കെയാണ് കാറ്റഗറി 2 അനിമൽ വേസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ ആണ്, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. ഓക്കെ, അനിമൽ വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. ഹ്യൂമൻ അനാട്ടോമിക്കലും യെല്ലോ ആണ്, അനിമൽ വേസ്റ്റും യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. അതിന്റെ
ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, ഇൻസിനറേഷൻ ആൻഡ് ദി ബ്യൂരിയൽ. ഓക്കെ, ഒരു രണ്ട് കാറ്റഗറി ക്ലിയർ ആണോ? കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ ആണ്, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. ഓക്കെ, ഇനി കാറ്റഗറി നമ്പർ 3 നോക്കാം. കാറ്റഗറി നമ്പർ 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. സോ ഇനി മൈക്രോബയോളജി ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വേസ്റ്റുകളായിരിക്കും. മൈക്രോബയോളജി ബയോടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ വേസ്റ്റുകള് ലബോറട്ടറിയിൽ നിന്നൊക്കെയാണ് അല്ലെ, ഹോസ്പിറ്റൽ ലബോറട്ടറി പോലുള്ള, അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസിസ് സെന്റേഴ്സ് ലബോറട്ടറീസിൽ നിന്നൊക്കെയാണ് കൂടുതലും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകൾ. ഇനി എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്റ്റോക്സ് ഓഫ് സ്പെസിമെൻസ് അല്ലെ, നമ്മൾ എടുക്കുന്ന സ്പെസിമെൻസുകൾ കൾച്ചർ ചെയ്ത് കൾച്ചർ ചെയ്യാനൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെയുള്ളവ. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം, ചെറിയ സൂക്ഷ്മജീവികള്, ഹ്യൂമൻ ആൻഡ് അനിമൽ സെൽ കൾച്ചേഴ്സ് യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഹ്യൂമന്റെയും അനിമലിന്റെയും സെൽസുകൾ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട്. Then infectious agent from research and industrial laboratories. In the laboratories പുറപ്പെടുവിക്കുന്ന infectious ആയിട്ടുള്ള വസ്തുക്കള്. Then biological production by produce waste toxins and devices utilized to transfer cultures. അതായത് നമ്മൾ കൾച്ചർ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ, അതായത് ഇപ്പോ ലബോറട്ടറിയിൽ നമ്മൾ എടുക്കുമല്ലോ, ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് പോലുള്ള ഡിവൈസസുകൾ, കൾച്ചറൊക്കെ നമ്മൾ നോക്കാൻ സ്ലൈഡുകൾ അല്ലെ, അങ്ങനെയുള്ള ഡിവൈസസുകൾ. ഇതൊക്കെയാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 3 ആണ്. ഓക്കെ, ഇനി ഈ കാറ്റഗറി 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകള് നിക്ഷേപിക്കുന്ന കളർ കോഡിന്റെ കണ്ടെയ്നറിന്റെ കളർ കോഡ് നോക്കാം. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ ഇത് നിക്ഷേപിക്കാം, റെഡ് കളറിലെ കണ്ടെയ്നറിൽ നിക്ഷേപിക്കാം. ഓക്കെ, രണ്ട് കളർ കോഡുകൾ ഉണ്ട്, ഓർത്തുവെക്കുക, യെല്ലോ ആൻഡ് റെഡ്, കാറ്റഗറി 3. ദെൻ ഇനി നമുക്ക് അതിന് എങ്ങനെയാണ് ഈ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിനെ ഡിസ്പോസൽ ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ, 3 മെത്തേഡ് ഉപയോഗിക്കാം. ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ഇൻസിനറേഷൻ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. ഓക്കെ, ഡിസ്പോസൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടോക്ലേവിംഗ് എന്താണ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ, 3 രീതിയും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഈ കാറ്റഗറി നമ്പർ 3. ഓക്കെ, ഫസ്റ്റ് 3 കാറ്റഗറിയാണ് നമ്മൾ പഠിച്ചത്. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്, ദെൻ കാറ്റഗറി 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ഓക്കെ, ഈ ടേബിൾ എടുത്ത് കഴിഞ്ഞിട്ടേ 10 കാറ്റഗറിയുടെ പേര് നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിക്കും, പറയണം. ഓക്കെ, അറിയോലോ, എല്ലാവർക്കും പറയാൻ പറ്റും കേട്ടോ. ദെൻ അപ്പൊ ഫസ്റ്റ് ഒരു 3 നമ്മൾ വായിച്ചു. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ 3 കാറ്റഗറി വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം. ദെൻ പേരുകൾ കൃത്യമായിട്ട് പഠിക്കണം. ജീവിതം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്ന മെത്തേഡ് ഒക്കെ പറയാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? കാറ്റഗറി നമ്പർ 1 and 2 and 3. ഓക്കെ, ക്ലിയർ ആണല്ലോ? പേരുകൾ പഠിക്കാം, വായിക്കണേന്റെ ഒപ്പം തന്നെ അത് പഠിച്ചുകൊണ്ട് പോവാട്ടോ. Then category 4. Category 4 എന്താണ് നോക്കാം. കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ്. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ. എന്തൊക്കെയാണ് വേസ്റ്റ് ഷാർപ്പ് എന്ന് നോക്കാം. നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര. നീഡിൽസ്, സിറിഞ്ച്, അതുപോലെ തന്നെ സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജിക്കൽ ബ്ലേഡ്സ് ഉണ്ടല്ലോ, സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു ബ്ലേഡ് ആണ്. അതുപോലെ തന്നെ മറ്റതുപോലെ സർജറിക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഗ്ലാസ് എക്സെട്ര. That might lead to punctures and wounds. ഇത് പഞ്ചേഴ്സ് മീൻസ് പഞ്ചർ വരുത്താന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ wounds എന്ന് വെച്ചാൽ മുറിവുകൾ വരുത്താനും അതുപോലെ ഇങ്ങനെ പൊട്ടലുകളൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഷാർപ്പ് വേസ്റ്റുകൾ. ഇത് സപ്ലൈസ് ടു ബോത്ത് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഷാർപ്പ്. ഉപയോഗിച്ച ഷാർപ്പുകളും ദെൻ ഉപയോഗിക്കാത്ത ഷാർപ്പുകളൊക്കെ ഉണ്ട് അതില്ല. ദെൻ കാറ്റഗറി നമ്പർ 4 ഷാർപ്പ് വേസ്റ്റില്. ഷാർപ്പ് വേസ്റ്റ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ട്രാൻസ്ലൂസന്റ് മീൻസ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ്. മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും, കാരണം കുറച്ചും കൂടി മീൻസ് പഞ്ചർ പ്രൂഫ് ആണത്. അതായത് കുറച്ചും കൂടി കട്ടിയുള്ളത്, കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഈ കണ്ടെയ്നർ. മറ്റു കണ്ടെയ്നർ പോലെയല്ല, കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അതായത് പഞ്ചർ പ്രൂഫ് എന്ന് വെച്ചാൽ മീൻസ് നമ്മള് ഇപ്പൊ ഷാർപ്പ് നീഡിലൊക്കെ ഇടുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഈ നീഡിലിടുമ്പോൾ പുറത്തോട്ട് തുളഞ്ഞു കയറി പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ പുറത്തേക്ക് വരാത്ത രീതിയിൽ അത്രയും എന്താ പറയാ പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ട്രാൻസ്ലൂസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അത് ബ്ലൂ കളറുണ്ട്, അതുപോലെ വൈറ്റ് കളറിലുണ്ടാകും. കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഡിസ്പോസൽ അല്ലെങ്കിൽ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് വേസ്റ്റ് ചെയ്യുന്നത് ഡിസിൻഫെക്റ്റിംഗ്, അണുവിമുക്തമാക്കും. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അണുവിമുക്തമാക്കും. അതുപോലെ ഓട്ടോക്ലേവിംഗ് ചെയ്യാം. മൈക്രോവേവിംഗ്, ഓട്ടോക്ലേവിംഗോ മൈക്രോവേവിംഗോ ആൻഡ് മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ കീറി മുറിച്ച് നശിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് അണുവിമുക്തമാക്കിക്കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, നശിപ്പിച്ച് കളയാവുന്നത്. ഓക്കെ, കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ് ആണ്. ദെൻ ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലന്റ് പഞ്ചർ പ്രൂഫ് ആണ്. ദെൻ ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം, അതുപോലെ എന്താണ് ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ് മീൻസ് കീറി മുറിച്ച് നശിപ്പിക്കുക. ഇനി കാറ്റഗറി നമ്പർ 5 നോക്കാം. കാറ്റഗറി 5 ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. ഡിസ്കാർഡഡ് മെഡിസിൻ നമ്മൾ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണ് അല്ലെ. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകളും വാക്സിൻസുകളും ഉണ്ടാകും. ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് മെഡിസിൻസ്. നമ്മൾ പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസുകൾ. ഇനി കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. രണ്ടെണ്ണത്തിലും നമുക്ക് നിക്ഷേപിക്കാം. ബ്ലാക്കിലും നിക്ഷേപിക്കാം, റെഡ് പ്ലാസ്റ്റിക് ബാഗിലും നിക്ഷേപിക്കാം. ഓക്കെ, ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാം. ഇൻസിനറേഷൻ ഡിസ്ട്രക്ഷൻ ആൻഡ് ബ്ലഡ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽ. നമ്മൾ പറഞ്ഞു ഇൻസിനറേഷൻ ചെയ്യാം. ഈ ഇത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം അതിനെന്ത് ചെയ്യാം, സെക്യൂർ ആയിട്ട് ലാൻഡ്ഫിൽ ചെയ്യാം. 2 ലാൻഡ്ഫിൽ മെത്തേഡ് നമ്മൾ പഠിച്ചു. അതില് സെക്യൂർ ആയിട്ടുള്ളത് ഏതാണ് മെത്തേഡ്? സെക്യൂർ ആയിട്ടുള്ള ലാൻഡ്ഫിൽ ഏതാണ്? 2 ടൈപ്സ് ലാൻഡ്ഫിൽ നമ്മൾ പഠിച്ചല്ലോ ട്രീറ്റ്മെന്റില്. അതില് സെക്യൂർ ആയിട്ടുള്ളത് ഏതാണ്? ഏതാണ് സെക്യൂർ ആയിട്ടുള്ള ലാൻഡ്ഫിൽ മെത്തേഡ്? പറഞ്ഞോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ട്രീറ്റ്മെന്റില്. ലാൻഡ്ഫില്ലില് ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുന്നുണ്ടോ? ഓപ്പൺ ഡംപിങ്ങും സാനിറ്ററി ലാൻഡ്ഫില്ലും അതില് സെക്യൂർ ആയിട്ടുള്ളത് ഏതാണ്? സുരക്ഷിതമായിട്ടുള്ളത് ഏതാണ്? യെസ്, സാനിറ്ററി ലാൻഡ്ഫിൽ ആണ്. നമ്മൾ പറഞ്ഞു അണുവിമുക്തമാക്കിക്കൊണ്ട് വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ലെയർ വേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴിച്ചു മൂടുന്നത്. ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
നമ്മൾ ആ ഒരു പ്രദേശത്തോട്ട് വേസ്റ്റ് കൊണ്ടിടുന്നതാണ് അല്ലെ. സാനിറ്ററി എന്ന് പറയുമ്പോൾ അണുവിമുക്തമാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ റിലീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോ കാറ്റഗറി 5 എന്ന് പറയുന്നത് ഡിസ്കാർഡ് മെഡിസിൻ, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ്. ദെൻ ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ അത് നിക്ഷേപിക്കുന്നത്. ദെൻ അതിന് നമുക്ക് ഇൻസിനറേഷൻ ചെയ്യാം. ദെൻ ഇൻസിനറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ലാൻഡ് ഫിൽ ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. കാറ്റഗറി 4, കാറ്റഗറി 5 വായിക്കാം. ദെൻ നിങ്ങൾ കാറ്റഗറി 1 തുടങ്ങി 5 വരെ ഒന്ന് വായിക്കണം. ഓക്കെ. ഫോറും 5ഉം വായിക്കാം. ദെൻ 1 തുടങ്ങി 5 വരെ വായിക്കാം കേട്ടോ. കാറ്റഗറി 4 ആണോ? ഓക്കെ. കാറ്റഗറി 4 എന്ന് പറയുന്നത് വേസ്റ്റ് ഷാപ്പ്. നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നീഡില്, സിറഞ്ച്, ബ്ലേഡ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ. പിന്നെ അതിന് നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ ഒരു ട്രാൻസ്ലന്റ് ആയിട്ടുള്ള പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള, അതാണ് കുറച്ചും കൂടി കട്ടിയുള്ളത്. കാരണം എന്തുകൊണ്ടാണ് ഈ നീഡിലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് തുളഞ്ഞു വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള, കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കണ്ടെയ്നർ ആണ് ഈ ബ്ലൂ ഓർ വൈറ്റ് കളറിൽ. അതിനെ ഡിസിൻഫെക്ടിങ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ ഓഫ് ഷ്രെഡിങ്, മീൻസ് കീറി മുറിച്ച് നശിപ്പിക്കാന്ന് പറയില്ലേ. ഓക്കെ, 5 കാറ്റഗറി വരെ വായിച്ചു നോക്കാം കേട്ടോ. പേരുകൾ ഒന്ന് പഠിക്കാൻ കൂടി ശ്രമിക്കാം. 1 ഏതാണ്, 2 ഏതാണ്, 3 ഏതാണ് എന്നുള്ള പേരുകളൊന്ന് പഠിച്ചു പോവാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു നോക്കി എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. കാറ്റഗറി 5 വരെ പേരുകൾ മാത്രം നോക്കാം. എന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവാം. കാണാതെ കൂടി ഒന്ന് പറയാൻ ശ്രമിക്കാം കേട്ടോ. Category number 1, human anatomical waste. Then category 2, animal waste. Category 3, microbiology and biotechnology waste. Then category 4, waste sharp. Category 5, discarded medicine and cytotoxic drug. Okay, കാണാതെ ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ടോ? പഠിച്ചു കഴിയുമ്പോ ഓക്കെ ആവും കേട്ടോ. ഓക്കെ, then category 6 നോക്കാം. അടുത്തതാണ് category 6 എന്ന് പറയുന്നത് സോയിൽഡ് വേസ്റ്റ്. സോയിൽഡ് വേസ്റ്റ്, സോയിൽഡ് എന്ന് പറഞ്ഞാല് മലിനമായത്, അഴുക്കുകൾ അടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നോക്കാം. സോയിൽഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ items polluted with bodily fluids include cotton, bandage, soiled plaster cast, linen, buds and blood contaminated item. അതിപ്പോ പേഷ്യൻസിന്റെ ഒക്കെ ബ്ലഡ് ആയിട്ടുള്ള വസ്തുക്കള്, തുണികൾ ഉണ്ടാകാം, ഇപ്പൊ നമ്മൾ പിരിക്കുന്ന ബെഡ്ഷീറ്റോ പിയോക്കോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ബാൻഡേജുകൾ അല്ലെ, അതായത് പേഷ്യൻസിന് ഉപയോഗിച്ച ബാൻഡേജുകള്, പ്ലാസ്റ്റർ ഒക്കെ ശേഷം കട്ട് ചെയ്തൊക്കെ കളയുമല്ലോ, അങ്ങനെയുള്ള പ്ലാസ്റ്റർ. അതുപോലെ തന്നെ തുണികള്, മലിനമായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ളത്.
ഇപ്പൊ ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡോ യൂറിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ ആയിട്ടുള്ള തരത്തിലുള്ള വേസ്റ്റുകൾ, തുണികൾ, കോട്ടൺ, ബാൻഡേജ് തുടങ്ങിയവ. ഓക്കെ, ഇതാണ് കാറ്റഗറി 6 സോളിഡ് വേസ്റ്റ്. കാറ്റഗറി 6 സോളിഡ് വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിൽ നിക്ഷേപിക്കാം, ദെൻ റെഡ് കളറിലെ കണ്ടെയ്നറിൽ നിക്ഷേപിക്കാം. ദെൻ ഇനി ഈ ഒരു കാറ്റഗറി 6 സോളിഡ് വേസ്റ്റിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, ദെൻ മൈക്രോവേവിംഗ്. 3 മെത്തേഡ് ഉപയോഗിക്കാം: ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവിംഗ്. ഓക്കെ, ദെൻ കാറ്റഗറി 7. കാറ്റഗറി 7 സോളിഡ് വേസ്റ്റ്. ഇത് രണ്ടും പലർക്കും കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഇതാണ് കേട്ടോ, 6ഉം 7ഉം. ഓക്കെ, പലർക്കും എക്സാമിന് എപ്പോഴും മാർക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 എന്ന് പറഞ്ഞത് സോളിഡ് ആണ്, 7 സോളിഡ്. ഓക്കെ, മാറിപ്പോകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് പഠിക്കണം. 6 എന്ന് പറയുന്നത് കാറ്റഗറി 6 സോളിഡ് വേസ്റ്റ്, ദെൻ കാറ്റഗറി 7 സോളിഡ് വേസ്റ്റ്. ഓക്കെ, അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ചെറിയൊരു സ്പെല്ലിംഗിൽ മാറിപ്പോകുന്നത്. ഓക്കെ, സോ കാറ്റഗറി 7 എന്ന് പറയുന്നത് സോളിഡ് ആണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കട്ടിയുള്ള ഖരമാലിന്യങ്ങളാണ്. എന്തൊക്കെയാണ് നോക്കാം. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രൊഡക്ട്സ് അതർ ദാൻ ഷാർപ്പ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് ട്യൂബിംഗ്, catheters, intravenous system, etc. കട്ടിയുള്ളത്. അതായത് പേഷ്യൻസിന് ഉപയോഗിച്ച ട്യൂബുകള്, അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇൻട്രാവീനിയസ്, കത്തീറ്റർ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്യൂബ് ഒക്കെ ഇടയിലുള്ള പേഷ്യൻസിന് ക്യാനുല പോലുള്ള സംഭവങ്ങള്, അതൊക്കെയാണ് ഇൻട്രാവീനിയസ്. ഇതൊക്കെയാണ് കട്ടിയുള്ള മാലിന്യങ്ങളെ, വേസ്റ്റുകള്. കാറ്റഗറി 7 ആണ്, സോളിഡ് ആണ്. ദെൻ അതിന് നമ്മൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും നിക്ഷേപിക്കേണ്ടത്. റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്ടിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അണുവിമുക്തമാക്കാം. ദെൻ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ദെൻ മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. ഓക്കെ, ഇത് ഏത് രീതി വേണമെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നത്. ഡിസ്ഇൻഫെക്ടിംഗ് ചെയ്യാം, കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അണുവിമുക്തമാക്കാം, ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ഓർ മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിംഗ്. ഓക്കെ, കാറ്റഗറി 7. കാറ്റഗറി 6ഉം 7ഉം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 6ഉം 7ഉം മാർക്ക് പോകരുത്. ഫസ്റ്റ് സോളിഡ് ആണ്, ദെൻ സോളിഡ്. അതാ 10 കാറ്റഗറിയുടെ പേര് നിങ്ങളെ ബൈ ഹാർട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്, പിന്നെ മാർക്ക് പോകില്ല അത്. ഓക്കെ, 6ഉം 7ഉം വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി കാറ്റഗറി 8 നോക്കാം. കാറ്റഗറി 8 എന്ന് പറയുന്നത് ലിക്വിഡ് വേസ്റ്റ് ആണ്. ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ laboratory activities as well as washing, cleaning, housekeeping and disinfection task. നമ്മൾ അണുവിമുക്തമാക്കുന്നതിലൂടെ വരുന്ന എന്താ പറയാ, നമ്മളിപ്പോ ക്ലീനിങ് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും ലബോറട്ടറി ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ. സോ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മളൊരു പ്രത്യേകിച്ച് കണ്ടെയ്നറിലൊന്നും ലിക്വിഡിനെ നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കളർ കോഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ലിക്വിഡ് വേസ്റ്റ് ആയതിനാലാണ് കളർ കോഡ് ഒന്നും ഇല്ലാത്തത്. കണ്ടെയ്നറിൽ ലിക്വിഡ് ഒഴിക്കാൻ പറ്റില്ല. സോ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് നോക്കാം. ഡിസ്ഇൻഫെക്ടിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡിസ്ഇൻഫെക്ടിംഗ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ഇൻഫെക്ടിംഗ് ചെയ്തുകൊണ്ട് ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻസ്, അണുവിമുക്തമാക്കിക്കൊണ്ട് നമുക്ക് ഡ്രെയിനേജിലൂടെ നമുക്ക് ഈ ലിക്വിഡ് വേസ്റ്റിനെ ഒഴുകി കളയാവുന്ന അണുവിമുക്തമാക്കിയതിനു ശേഷം. കാറ്റഗറി 8 ലിക്വിഡ് വേസ്റ്റ്. കാറ്റഗറി 9 ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷ്. ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരം, അല്ലെ? വേസ്റ്റുകൾ കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ചാരം.
അതാണ് കാറ്റഗറി നമ്പർ 9. ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്, ഏത് ബയോമെഡിക്കൽ വേസ്റ്റും കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ചാരം. സോ അതിന്റെ കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും. ഓർത്തിരിക്കുക, ചാരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ദെൻ അതിന് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് മോർച്ചറി റിലേറ്റഡ് വേസ്റ്റ് ആണോ എന്ന് അങ്ങനെയല്ല പറയുന്നത്. ഏത് ബയോമെഡിക്കൽ താഴെ എഴുതിയിട്ടുണ്ട് നോക്കാം കേട്ടോ. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്, ഏതും ആകാവുന്നത്. അതായത് ബയോമെഡിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊരു വേസ്റ്റും കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരം. അതായത് ഏതാണെന്നുള്ളത് എടുത്തൊന്നും പറയണില്ല, ഏത് ബയോമെഡിക്കൽ വേസ്റ്റ് ആയിക്കൊള്ളട്ടെ അത് കത്തിച്ചിട്ടുള്ള ചാരം. ഓക്കെ, ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ. അതായത് നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ ചാരമാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാൻഡ്ഫിൽ ചെയ്യുന്നു. മുനിസിപ്പൽ ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ ഒരു ഏരിയയില് പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് ലാൻഡ്ഫിൽ ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 10, കെമിക്കൽ വേസ്റ്റ്. കാറ്റഗറി 10 കെമിക്കൽ വേസ്റ്റ്. Chemicals used in the manufacture of biological products. Biological products നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സുകള്. Chemical cleans surfaces. Chemicals used to clean surfaces. അതായത് നമ്മള് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, ഇതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ കെമിക്കൽ വേസ്റ്റും നമ്മൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് തന്നെയാണ്. ഇൻസിനറേഷൻ ആഷും കെമിക്കൽ വേസ്റ്റും ബ്ലാക്ക് കളറിലെ കണ്ടെയ്നറിൽ തന്നെയാണ് നിക്ഷേപിക്കുക. അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. ദെൻ ഡിസ്ചാർജ് ഇൻ ടു ഡ്രെയിൻ ഫോർ ലിക്വിഡ്. ഇനി ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഡ്രെയിനേജിലൂടെ ഒഴുക്കാം. അതുപോലെ തന്നെ ഇനി മറ്റ് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലോ ലാൻഡ്ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് വായിക്കാം. ദെൻ രണ്ടാമത്തെ പ്രാവശ്യം കാറ്റഗറി നമ്പറും പേരും ഒന്ന് പഠിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പേരുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം, പഠിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആദ്യം വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത് നിങ്ങൾ കാറ്റഗറിയും അതുപോലെ തന്നെ ആ പേരും ഒന്ന് പഠിക്കണം. ക്ലാസ്സിൽ വെച്ച് തന്നെ 10 കാറ്റഗറിയുടെ പേരും പഠിച്ചു പോണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കത്തിച്ച് കളയുക. കാക്കേസസ് എന്ന് പറഞ്ഞാൽ മൃതശരീരം, അനിമൽസിന്റെ ജീവിച്ചിട്ടുള്ള മൃതശരീരങ്ങൾ.
വായിച്ചെല്ലാവരും വായിച്ചു നോക്കിയോ ടേബിള്? കംപ്ലീറ്റ് വായിക്കണേ. വായിച്ചു കഴിയാത്തവർ വായിച്ചോളൂ. ഓക്കെ, ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളില് ആ പേരുകൾ മാത്രം ഒന്ന് പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ കീടനാശിനികൾ കേട്ടോ. നമ്മൾ കാറ്റഗറിയും കാറ്റഗറി നമ്പറും കാറ്റഗറി വരുന്ന ടൈപ്പും ഒന്ന് പഠിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം കേട്ടോ. അതിന്റെ ഒക്കെ ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾ തന്നെ ഒന്ന് കാണാതെ ഇത് പറയാൻ ശ്രമിക്കണേ. Category number 1, human anatomical waste. Category 2, animal waste. Category 3, microbiology and biotechnology waste. Category 4, waste sharp. Then 5, discarded medicine. 6, solid. 7, solid. 8, liquid. Then 9, incineration. And 10, chemical waste. അതുപോലെ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പറഞ്ഞു പോകാം. 6, 7, 8 പെട്ടെന്ന് ബുക്ക് കിട്ടും അല്ലെ. 6 ഏതാണ്? സോളിഡ്, സോളിഡ്, ലിക്വിഡ്. ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. 6 സോളിഡ്, 7 സോളിഡ്, 8 ലിക്വിഡ്, then incineration ആവശ്യം, ലാസ്റ്റ് 1 chemical waste. ഓക്കെ, എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ശ്രമിക്കണം. ചുമ്മാ ഒരു പ്രാവശ്യം വായിച്ച നമുക്ക് കിട്ടില്ല. നമ്മൾ കുറച്ച് അതെ കുറച്ച് പേരൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മാക്സിമം നമുക്ക് അതുകൊണ്ടാണ് ഇതിനു വേണ്ടി കുറച്ച് സമയം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് അതിനുള്ളിൽ നിന്നും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കുറച്ച് നേരം നിങ്ങളൊന്ന് കുറച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചോട്ടെ. പേരുകൾ എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം കേട്ടോ. എക്സാമ്പിൾ പഠിക്കണോന്ന് വെച്ചത് ഉള്ളിലുള്ളതാണോ? മെയിൻ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ എക്സാമ്പിൾസ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കി അറിയാലോ. ഡിസ്പോസൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. പല മെത്തേഡ്സുകൾ ഡിസ്പോസൽ വരുന്നുണ്ട്. ചിലപ്പോ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സുകളൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. ഷാർപ്പാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണയായിട്ട് ഓട്ടോ ക്ലീനിങ് ചെയ്യുന്നു. നമ്മൾ പഠിച്ച ഡിസ്പോസലുകൾ ആലോചിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് 1 ക്ലാസ് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഈ 10 കാറ്റഗറിയുടെ പേര് പെട്ടെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുന്നവരൊന്ന് കേൾപ്പിക്കണം കേട്ടോ. എല്ലാവരും കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും പെട്ടെന്ന് മാക്സിമം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയിപ്പിക്കാറുണ്ട്. കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അറ്റ്ലീസ്റ്റ് ആ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് ഉറപ്പത്തിൽ ചോദിച്ചാൽ അത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ച പിന്നെ അതിന് മറന്നു പോകില്ല. ഓക്കെ, ദെൻ അടുത്ത ഭാഗം കൊടുക്കാം കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതിന്റെ സ്റ്റോറേജും എങ്ങനെയാണെന്നാണ് അടുത്തൊരു പാരഗ്രാഫ് പോലെ പറയുന്നത്. മനസ്സിലാക്കേണ്ട രീതിയിലെ നോക്കാം. അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് must be carried only in specially arranged vehicle like trolleys or covered wheelbarrows. അതായത് അൺപ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ബയോമാലിന്യങ്ങള് മീൻസ് അൺപ്രോസസ്ഡ് എന്ന് പറഞ്ഞാലോ ഡിസ്ഇൻഫെക്ഷൻ ഒന്നും ചെയ്യാത്ത അണുക്കളോട് കൂടിയിട്ടുള്ള മാലിന്യങ്ങള് ക്യാരി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൽ വേണം കൊണ്ടുപോകാൻ. അല്ലാതെ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു ബയോമാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ട്രോളീസിലോ അല്ലെങ്കിൽ കവേർഡ് വീൽബാരോ മീൻസ് ട്രോളി പോലെ തന്നെയുള്ള ടൈപ്പാണ്. അങ്ങനെയുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു വാഹനത്തിലായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ, ഓപ്പൺ ആയിട്ട് കൊണ്ടുപോകാൻ പാടില്ല. Then the container holding biomedical waste have to be tied before transportation. ട്രാൻസ്പോർട്ടേഷന് മുൻപായിട്ട് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്ന ബാഗോ കണ്ടെയ്നറോ ടൈറ്റ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യണം എന്ന്. തുടർന്ന് പോകാൻ പാടില്ല. കൊണ്ടുപോകുന്ന വഴിയിൽ റോഡിലൊക്കെ വീട്ടിലെങ്കിൽ എന്താ സംഭവിക്കുക?
അണുക്കളാണ് അല്ലെ, മറ്റു അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ then waste എന്ത് ചെയ്യാം, ടൈറ്റ് ആയിട്ട് വേണം അതിനെ ഹോൾഡ് ചെയ്യണം. Then before transporting that containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. ഇനി ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ അതിനൊക്കെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം എന്ന്. ഡോക്യുമെന്റിൽ നഴ്സിന്റെയോ ഡോക്ടറുടെയോ സൈൻ ഉണ്ടായിരിക്കണം. പിന്നെ ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങളാണ് ഡേറ്റ് എഴുതിയിരിക്കണം, ഷിഫ്റ്റ് എവിടുന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ക്വാണ്ടിറ്റി എത്രത്തോളം വേസ്റ്റുകൾ ഉണ്ട്, ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇമേജ് പഠിച്ചിട്ടില്ലല്ലേ വരുന്നുള്ളൂ. ഓക്കെ, നമ്മളിത് സംസ്കരിക്കുന്ന പ്ലാന്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ആ പ്ലാന്റിന്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ഡേറ്റ്, ഷിഫ്റ്റ് അല്ലെ, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി, ഇതെല്ലാം എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റില് നഴ്സിന്റെയോ ഡോക്ടറിന്റെയോ സൈനും കൂടി ഉണ്ടായിരിക്കണം ഈ വേസ്റ്റ് കൊണ്ടുപോകുമ്പോ. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്. ഈ വാഹനം എൻക്ലോസ്ഡ് അടച്ചിടണം, ഓപ്പൺ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. It should be also possible to wash the interior of the container completely. Container ആയിരിക്കും അത് ക്ലോസ് ചെയ്യാം. Then നമ്മള് ഇത് വാഷ് ചെയ്യാനായിട്ട് അതിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ കൂടി സാധിക്കണം. കാരണം ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആയിരിക്കും. സോ ഈ മാലിന്യങ്ങൾ നമ്മൾ കളഞ്ഞതിന് ശേഷം ആ കണ്ടെയ്നറിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ വാഷ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മള് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ടൈറ്റ് ആയിട്ട് കെട്ടാം, സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾ വേണം, ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ദെൻ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടെയ്നറിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ, വായിച്ചു നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് നമ്മൾ പറഞ്ഞു. ഈ ബയോമാലിന്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അവർക്ക് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസ് ഉണ്ടായിരിക്കണം. കാരണം പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ പേഴ്സണൽ പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് ഉപയോഗിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് നോക്കാം. The use of protective gears should be made compulsory for all staff who handle waste. Waste ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും കമ്പൽസറി ആയിട്ടും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലൗസ് അല്ലെ, നമ്മൾ വേസ്റ്റ് കൈകൊണ്ട് എടുക്കാൻ പാടില്ല, അതിനെന്ത് വേണം, ഗ്ലൗസ് ധരിച്ചുകൊണ്ട് വേണം വേസ്റ്റ് കളക്ട് ചെയ്യുവാൻ. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ റബ്ബർ ടൈപ്പ് കട്ടിയുള്ള ടൈപ്പ് ഗ്ലൗസ് ആയിരിക്കണം ധരിച്ചിരിക്കേണ്ടത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ് യെല്ലോയിഷ് ഇൻ കളർ. യെല്ലോ കളറിലാണ് പൊതുവെ ഈ റബ്ബർ ടൈപ്പ് നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറിലെ ഗ്ലൗസ് ആണ് ഉപയോഗിക്കുന്നത്. യെല്ലോയിഷ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, യെല്ലോയിഷ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം.
Okay. After handling the waste, the gloves should be washed 2 times. ഇത് വൺ ടൈം യൂസ് അല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. സോ ആഫ്റ്റർ ഹാൻഡ്ലിംഗ് വേസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഗ്ലൗസ് മാറ്റിക്കൊണ്ട് ഒരു 2 ടൈംസ് ഗ്ലൗസ് വാഷ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ the gloves should be washed after each use with soap and disinfectant. സോപ്പ് ഉപയോഗിച്ച് കഴുകണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അണുനാശിനി പ്രോഡക്റ്റോളോ അങ്ങനെയുള്ള ഒരു അണുനാശിനി ഉപയോഗിച്ചിട്ട് അത് കഴുകണം. The size should fit the operator. ഗ്ലൗസ് ധരിക്കുമ്പോൾ ഓപ്പറേറ്ററിന്റെ സൈസ് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം ധരിക്കുവാൻ. ലൂസ് ആയിട്ടുള്ള ധരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. സോ ആ ഓപ്പറേറ്ററിന് ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഓക്കെ. അപ്പൊ ഗ്ലൗസിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം, യെല്ലോ കളർ ആണ്. ദെൻ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം 2 ടൈം വാഷ് ചെയ്യണം. ഒരു പ്രാവശ്യം സോപ്പ് ഉപയോഗിക്കുക, ഒരു പ്രാവശ്യം ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കണം. ദെൻ ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് വേണം ധരിക്കുവാൻ. ഓക്കെ. ക്ലിയർ ആണോ? ഗ്ലൗസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് അപ്രോൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ്. അപ്പൊ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ അപ്രോൺസ് ധരിക്കുക, ഗൗൺസ്, സ്യൂട്ട്സ്. അതായത് നമ്മളുടെ നോർമൽ ഡ്രസ്സിന് പുറമെ മറ്റു കോട്ടുകളോ മറ്റു ഡ്രസ്സുകൾ അപ്രോൺസ് പോലുള്ള വസ്തുക്കൾ ധരിക്കാണ്. നമ്മൾ പറഞ്ഞു ഹരിതകർമ്മസേന അവര് വരുമ്പോൾ അവരൊരു കോട്ട് ധരിക്കാറുണ്ട്. എന്തെങ്കിലും അവരൊരു കോട്ട് ഏതുകളാണ് അവർ ധരിക്കുന്ന കോട്ട് കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടില് വേസ്റ്റുകളൊക്കെ വരില്ലേ? ഗ്രീൻ കളറിലെ അത്യാവശ്യം നല്ലൊരു കോട്ട്, കട്ടിയുള്ള ഒരു കോട്ട് ഉണ്ടാവും. ക്യാപ്പും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ക്യാപ്പ് ഉണ്ടാവാറില്ല അവർക്ക്? ക്യാപ്പ് ഉണ്ടോ? കോട്ട് മാത്രമാണോ? ക്യാപ്പും വയ്ക്കാറുണ്ട് കേട്ടോ. ഉണ്ട്. ചിലവർക്ക് ക്യാപ്പ് വയ്ക്കണ കണ്ടിട്ടുണ്ട്. ഓക്കെ. സോ അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഗൗൺസോ സ്യൂട്ട്സോ ധരിക്കണം. മാസ്ക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ്ക്. Goggles and face shield should be worn alone in combination to give a protective barrier. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള മാസ്കുകൾ ധരിക്കാണ്. അതുപോലെ തന്നെ ഗൂഗിൾസ്, കണ്ണടകൾ പോലുള്ള ധരിക്കാം. ഫേസ് ഷീൽഡ് ആയിട്ടുള്ള മാസ്ക് ധരിക്കണം. To give protective, നമുക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. It is compulsory for personnel who work in the incineration chamber. ഇൻസിനറേഷൻ ചേംബറിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് എന്താണ് കമ്പൽസറി ആയിട്ട് മാസ്ക് ധരിക്കണം. അതായത് കത്തിക്കുന്നത്, ഈ ബയോമാസുകൾ കത്തിക്കുന്ന ചേംബർ ഉണ്ടല്ലോ, അവിടെ വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു മാസ്ക് ധരിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ put on mask that covers both nose and mouth is possible. മൗത്തും അതുപോലെ തന്നെ നമ്മുടെ നോസും കവർ ചെയ്തിട്ടുള്ള മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ്, ഫിൽറ്റർ ചെയ്യുന്ന മാസ്കുകൾ, അതായത് പൊടികളും മറ്റുമൊക്കെ എന്താണ് ഫിൽറ്റർ ചെയ്യുന്ന ടൈപ്പ് മാസ്കുകളും ധരിക്കുക. രാസവസ്തുക്കളൊക്കെ ശ്വസിക്കുന്നതിൽ നിന്നും നമ്മുടെ കണ്ണിനെയും മറ്റുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ ഫിൽറ്റേഴ്സ് മാസ്ക് ധരിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ ബൂട്ട്സ് ധരിക്കുകയാണ്. ലെഗ് കവറിംഗ് boots or shoe covers give greater safety to skin when splashes or large quantities contaminated waste have to be dealt with. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൂട്ട്സ്, ലെഗ് കവറിംഗ് ആയിട്ടുള്ള ബൂട്ട്സ് ധരിക്കണം. സ്പ്ലാഷസ്, നമ്മൾ വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ അതിന്റെ സ്പ്ലാഷസ് മീൻസ് നമ്മുടെ സ്കിന്നില്ല അതിന്റെ അവശിഷ്ടങ്ങൾ സ്പ്ലാഷ് ചെയ്യാൻ തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ വേസ്റ്റുകള് നമ്മൾ തെറിക്കാനോ അല്ലെങ്കിൽ വലിയ അളവിലുള്ള വേസ്റ്റുകൾ ലാർജ് ക്വാണ്ടിറ്റീസ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് മലിനമായിട്ടുള്ളതോ ചർമ്മത്തിന് കൂടുതൽ നമുക്കിത് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെഗ് കവറിംഗ് ബൂട്ട്സ് ധരിക്കുന്നത്. The boots should be rubber, soled and anti-skid type. റബ്ബർ ടൈപ്പ് ആയിരിക്കണം, നല്ല കട്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം. തെന്നിയൊന്നും പോകാൻ പാടില്ല, സ്കിഡ് ആവാത്ത ടൈപ്പ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കാൻ. They should cover leg up to the ankle വരെ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബൂട്ട്സ് ആയിരിക്കണം നമ്മൾ ധരിക്കുവാൻ. അത് മെയിൻ ആയിട്ടും സ്കിന്നിന്റെ പ്രശ്നങ്ങൾ മീൻസ് കത്തിക്കുമ്പോൾ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൽ നിന്നും സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബൂട്ട്സ് ധരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയുമാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്. വായിച്ചിട്ടുണ്ട് കേട്ടോ, മനസ്സിലാക്കി വായിക്കാം.
Complete ചെയ്തോ? Okay. Then next treatment and disposal ആണ് നമ്മൾ ഓൾറെഡി എടുത്ത് പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ഞാൻ പേര് മാത്രം പറയുന്നുള്ളൂ. Incineration technology, autoclaving, microwave irradiation, chemical method, plasma pyrolysis, plant disposal, and inertization. Okay. Then last ഈ ഡിസ്പോസലിന്റെ ലാസ്റ്റ് ഫൈനൽ ഡിസ്പോസൽ സ്റ്റെപ്പ് ആണ് നോക്കാം. Benefits of biomedical waste management. ഈ ഹോസ്പിറ്റലുകളിലും മറ്റും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനഫിറ്റ്സ് എന്താണ്? ബെനഫിറ്റ്സ് എന്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നമ്മൾ കാറ്റഗറി ഒക്കെ തിരിക്കുന്നു, ഓരോ കാറ്റഗറി തിരിക്കുന്നു, ഓരോ കാറ്റഗറിയുടെ പേരുകൾ, ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ, ഇന്ന കളർ കോഡുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നു. ദെൻ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഡിസ്പോസൽ ചെയ്യണം എന്ന് പറയുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ്സുകൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബെനഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് അതിന്റെ ബെനഫിറ്റ്സുകൾ? ടെക്സ്റ്റിൽ ആരും നോക്കണ്ട, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് അതിന്റെ ഗുണം? ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്താ പറയാ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഗുണം? ക്ലീൻ ആയിരിക്കും. ഓക്കെ. വേറെ എന്തൊക്കെയാണ്? നല്ല എൻവയോൺമെന്റ് ആയിരിക്കും, ഹെൽത്തി എൻവയോൺമെന്റ് ആണ്. ഓക്കെ. നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു കേട്ടോ, ഒരുപാട് സാഹിത്യപരമായിട്ടൊന്നും വേണ്ട, നിങ്ങളുടെ ആശയങ്ങൾ മാത്രം. ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. ദെൻ കുന്നുകൂടി കിടക്കില്ല. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് കളയാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകില്ല. സ്പ്രെഡിങ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാം. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകില്ല, രോഗം വരില്ല. പുതിയ രോഗം വരില്ലെന്നാണോ? രോഗങ്ങൾ കുറയ്ക്കാം അല്ലെ? വേറെ എന്തൊക്കെയാണ്? വ്യത്യസ്തമായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ എളുപ്പം ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ പ്രോസസ് ചെയ്യുന്നത് കൊണ്ടാണോ? ഓക്കെ. വേറെ എന്തൊക്കെയാണ്? പകർച്ചവ്യാധികൾ ഉണ്ടാകില്ല. അതെ അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ബെനഫിറ്റ്സ് ഉണ്ടോ ആർക്കെങ്കിലും പറയാനായിട്ട്? ആർക്കില്ല. ഓക്കെ. നിങ്ങൾ പറഞ്ഞ പൊല്യൂഷൻ കുറയ്ക്കാം. നിങ്ങളെല്ലാം പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ശരിയാണ് കേട്ടോ. നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകൾ ഒന്ന് നോക്കാം. ഏകദേശം നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബെനഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്: ക്ലീനിയർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്. നിങ്ങൾ പറഞ്ഞു ക്ലീൻ ആയിരിക്കും, അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു സറൗണ്ടിങ്സ്, ചുറ്റുപാട് പരിസരം ലഭിക്കുന്നു. Then reduction in the incidence of hospital acquired and general infection. ഹോസ്പിറ്റലില് ഇതുപോലെയുള്ള സംഭവങ്ങൾ, അതായത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള കേസുകളും അസുഖങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. Then reduction in the price of infection control within the hospital. ഹോസ്പിറ്റലില് എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രൈസ് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലല്ലേ പ്രൈസ് അതിനുവേണ്ടി നമ്മൾ കോസ്റ്റ് ചിലവാക്കേണ്ടി വരികയുള്ളൂ. സോ അതിന്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാം. Then reduction in the probability of diseases and death due to reuse and repackaging infectious disposables. അതായത് നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ അതിന് റീപാക്കേജ് ചെയ്യാം. റീയൂസ് ചെയ്തുകൊണ്ട് അതുമൂലം വരുന്ന മീൻസ് പകർച്ചവ്യാധികളോ അസുഖങ്ങളെയും ഡെത്തിനെയും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നു. Then low incidence of occupational health problems. നമ്മൾ പറഞ്ഞു ഇവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസിന് അല്ലെങ്കിൽ എംപ്ലോയീസിനുള്ള ഹെൽത്ത് പ്രോബ്ലംസിനെ കുറയ്ക്കാവുന്ന നല്ല രീതിയിൽ. ഇപ്പൊ അവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നത് ശരിയായിട്ടുള്ള മെത്തേഡ്സുകളും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവിടെയുള്ള ഇൻസിഡൻസിനെ, ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. Then improved image of healthcare institution.
and increase the quality of life. ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ആരെങ്കിലും പറയോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യിക്കാണ്. എങ്ങനെ ഇമേജ് ഇംപ്രൂവ് ചെയ്യിക്കുന്നത്? എങ്ങനെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാം? എങ്ങനെയാ ചെയ്യുന്നത് ആലോചിച്ച് നോക്കി. നല്ല രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ മീൻസ് വേസ്റ്റുകളൊന്നും ഇല്ല, ഭയങ്കര ക്ലീൻ ആണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഫുൾ ടൈം നല്ല നീറ്റും ക്ലീനും ഒക്കെ ആണെങ്കിൽ അതിനൊരു ഇമേജ് ആണ് അല്ലെ. നമ്മൾ തന്നെ പറയും, മറ്റുള്ളവരോട് ഇങ്ങനെ പറയും നമ്മള് അല്ലേ, ആ ഹോസ്പിറ്റലിൽ പോയിട്ടോ എന്ത് നീറ്റ് ആണ് അവിടെ അല്ലെ, റൂംസ് ആണെങ്കിലും ടോയ്ലറ്റ്സ് ആണെങ്കിലും നല്ല നീറ്റ് ആണ് കേട്ടോ, നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നീറ്റായിട്ട് ക്ലിയർ ആണെന്ന് പറയാറില്ലേ നിങ്ങള്? നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവിടെ എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളും അത് ഓക്കെയാണ്, അതോടൊപ്പം തന്നെ ക്ലീൻ ആണോ അല്ലെ, നമ്മൾ ചോദിക്കാറില്ലേ ഇവിടെ പോയാലും അവിടെ ക്ലീൻ ആണോ അല്ലെ? നല്ലതാണെങ്കിൽ നമ്മൾ പറയും, ചീത്തയാണെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും പറയും, രണ്ടും പറയാറുണ്ട്. നല്ലത് മാത്രമാണോ നിങ്ങൾ പറയുന്നത്? നല്ലത് മാത്രമാണോ പറയുന്നത്? നമുക്ക് നല്ല എക്സ്പീരിയൻസ് വരുന്നത് മാത്രമാണോ നമ്മൾ പറയുന്നത്? അല്ല, നമുക്കൊരു മോശം അനുഭവമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ പോയി ഇനി നിങ്ങൾ പോകണ്ടാന്ന് നമ്മൾ പറയും അല്ലെ, പറയാറില്ലേ? നോർമലായിട്ട് നമ്മൾ പറയാറില്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ഹെൽത്ത് കെയറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാണ്. അതായത് നല്ലൊരു ക്ലീനിയറും ഹെൽത്തിയർ ആയിട്ടുള്ള സറൗണ്ടിങ് ആണ് ആ ഹോസ്പിറ്റലെങ്കിൽ അതിന്റെ ഒരു ഇമേജ് ആണത്. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാം. അസുഖങ്ങളൊന്നും വരാതെ, ഇൻഫെക്ഷൻ ഒന്നും വരാതെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് അസുഖങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക. ബെനിഫിറ്റ്സുകൾ പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പോയിന്റ്സും നിങ്ങൾ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. കംപ്ലീറ്റ് ചെയ്ത് വായിച്ചില്ല ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് എടുത്തത് ടേബിൾ ആണ്. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ടേബിളിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോ കാറ്റഗറി നമ്പർ ചോദിച്ചിട്ട് ആ കാറ്റഗറി 1 ഇൻക്ലൂഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വേസ്റ്റ് ഏതാണ്, അതുപോലെ തന്നെ ചോദിക്കാം. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം, ഹ്യൂമൻ അനാറ്റോമിക്കൽ വേസ്റ്റിന്റെ കാറ്റഗറി നമ്പർ ഏതാണെന്ന് ചോദിക്കാം. കണ്ടോ, അങ്ങോട്ട് ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം. ദെൻ കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിസ്പോസൽ മെത്തേഡുകൾ. ഓക്കെ, അത് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാം. ബൈഹാർട്ടിൽ ഇപ്പോഴാണ് നമ്മൾ മറന്നു പോകുന്നത്. ഇഷ്ടപ്പെട്ട് പഠിക്കുക നമ്മള്. ഓക്കെ, എന്ത് വിഷയമാണെങ്കിലും നമ്മൾ ആ ഒരു സബ്ജക്റ്റിന്, അല്ലെങ്കിൽ നമുക്കിവിടെ വേറെ പ്രത്യേകിച്ച് സബ്ജക്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലെ, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും. ചെറിയ ക്ലാസ്സിൽ അങ്ങനെയല്ലേ നമ്മള്. ഇപ്പൊ മാത്സ് ചിലർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കാൻ ചിലപ്പോൾ എളുപ്പമൊക്കെ ഇരിക്കും,
ചിലപ്പോൾ നമുക്ക് നമ്മളുടെ മൈൻഡിൽ ആ സബ്ജക്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പറ്റാതെ വരുന്നത്. സോ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ചിലപ്പോൾ ഇച്ചിരി ബോറിംഗ് ഉള്ള ചാപ്റ്റർ ഉണ്ടാകാം, കുറച്ച് ടഫായിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടാത്ത ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്തായാലും നമ്മൾ പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ എനിക്ക് പഠിക്കണം, ഞാൻ അത് ഇഷ്ടത്തോട് കൂടിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.